ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. മിനിമം താങ്ങുവില വിഷയത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ പാലിക്കപ്പെടുന്നില്ലെങ്കിൽ ഡൽഹിയിലേക്ക് വീണ്ടും മാർച്ച് നടത്തുമെന്ന് കർഷകർ അറിയിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കർഷകരുടെ പ്രതികരണം. പാർലമെന്റിലെ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. മിനിമം താങ്ങുവില ഉയർത്തുക, അതിന് നിയമപരിരക്ഷ നൽകുക തുടങ്ങിയ കർഷകരുടെ ദീർഘകാല ആവശ്യങ്ങൾ നടപ്പാക്കാൻ സ്വകാര്യ ബിൽ പാർലമെന്റ് അവതരിപ്പിക്കണമെന്ന് കർഷകർ രാഹുലിനോട് ആവശ്യപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് കടന്നു. അർജുന്റെ ലോറി ഗംഗാവാലി നദിയിൽ ഉണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ട്രക്കിനുള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിനാണ് പ്രഥമ പരിഗണന. ദൗത്യത്തിന് വിഘാതം സൃഷ്ടിക്കും വിധത്തിൽ മുകളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുകയാണ് ആദ്യ നടപടി. മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ വലിയ യന്ത്രം കൂടി വരുന്നതോടെ ഈ ജോലി വേഗത്തിൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞേക്കും. മോശം കാലാവസ്ഥ അല്ലെങ്കിൽ 7 മണിയോടെയും ദൗത്യം ആരംഭിച്ചേക്കുമെന്നാണ് സൂചന. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ദൗത്യവുമായി ബന്ധപ്പെട്ട് കരസേനയും നാവികസേനയും ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വെച്ചു. ട്രക്ക് പുറത്തെടുക്കുക എന്നതിനല്ല പ്രഥമ പരിഗണന, അർജുനെ കണ്ടെത്തുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് സൈന്യം അറിയിച്ചു. ഡ്രൈവർമാരെ ഇറക്കി ക്യാബിനിൽ അർജുൻ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നതിനാണ് ആദ്യ പരിഗണന. പിന്നീട് ട്രക്ക് പുറത്തെടുക്കാൻ ശ്രമിക്കാം. മുങ്ങൽ വിദഗ്ധർ പുഴയിലിറങ്ങി പരിശോധന നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അർജുന്റെ ട്രക്ക് ഗംഗാവാലി നദിയിൽ തലക്കീഴായി മറിഞ്ഞ നിലയിലാണ് ഉള്ളതെന്ന് ഉത്തര കന്നഡ SP നാരായണ പറഞ്ഞു. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ലക്ഷ്യം കാണുമെന്നും മാധ്യമങ്ങൾ തെരച്ചിൽ തടസ്സപ്പെടുത്തരുതെന്നും സതീഷ് കൃഷ്ണ സെയിൽ MLA അഭ്യർത്ഥിച്ചു. ഓരോ മണിക്കൂറിലും വിവരങ്ങൾ കൈമാറാമെന്നും MLA ഉറപ്പു നൽകിയിട്ടുണ്ട്. കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ ലോറി ഗംഗാവാലി നദിയിലുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാവികസേനയുടെ സംഘം ഇന്നലെ നദിയിലേക്ക് തെരച്ചിൽ നടത്താൻ പോയെങ്കിലും അതിശക്തമായ മഴയെ തുടർന്ന് തെരച്ചിൽ നടത്താൻ കഴിയാതെ വന്നതോടെ മടങ്ങുകയായിരുന്നു. 3 ബോട്ടുകളിലായി 18 പേരാണ് നാവികസേനയുടെ സ്പെഷ്യൽ സംഘത്തിലുള്ളത്. ശാസ്ത്രീയമായ തെരച്ചിലിനൊടുവിലാണ് ട്രക്കിന്റെ സാന്നിധ്യം നദിയിൽ കണ്ടെത്തിയത്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർണായക ദിനമായ ഇന്ന് മഴ തടസ്സമാകുമോയെന്ന് ഉത്കണ്ഠ. ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ഉത്തര കന്നഡ ജില്ലയിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. ഇന്നലെ അർജുന്റെ ലോറി ഗംഗാവാലി പുഴയുടെ അടിത്തട്ടിൽ ഉണ്ടെന്ന് സ്ഥിരീകരിച്ചു വരുന്നെങ്കിലും കനത്ത മഴയും കാറ്റും മൂലം ഇന്നലെ കൂടുതൽ നടപടികളുമായി മുന്നോട്ട് പോകാനായിരുന്നില്ല. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച 3ാം NDA സർക്കാരിൻ്റെ പ്രഥമ ബജറ്റിനെതിരെ കടുത്ത പ്രതിഷേധം. ബജറ്റ് വിവേചനപരമാണെന്ന് ഇന്ത്യ മുന്നണി നേതാക്കൾ വ്യക്തമാക്കി. ബജറ്റിനോടുള്ള അസംതൃപ്തിയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യ മുന്നണി പാർലമെന്റിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തുമെന്നും പാർലമെന്റിനകത്തും പ്രതിഷേധിക്കുമെന്നും കോൺഗ്രസ് നേതാവ് പ്രമോദ് തിവാരി പറഞ്ഞു. ഇത് മുഴുവൻ രാജ്യത്തിൻ്റെ ബജറ്റാണെന്നും എന്നാൽ BJPയുടെ ബജറ്റ് എന്ന പോലെയാണ് അവർ അവതരിപ്പിച്ചതെന്നും തിവാരി കൂട്ടിച്ചേർത്തു. ബജറ്റ് എന്ന ആശയത്തെ ഇക്കൊല്ലത്തെ കേന്ദ്ര ബജറ്റ് തകർത്തുവെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MP-യുമായ KC വേണുഗോപാൽ പറഞ്ഞു. കേന്ദ്ര ബജറ്റിൽ അവഗണന നേരിട്ടുവെന്ന് ആരോപിച്ച് കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ച വിളിച്ചു ചേർത്ത നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. രാജ്യത്തെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിരുന്നു ബജറ്റെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. ഇത്തരമൊരു ഭരണകൂടത്തിൻ്റെ വിവേചനപരമായ വശങ്ങൾ മറക്കുന്നതിന് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു പരിപാടിയിൽ തങ്ങൾ പങ്കെടുക്കില്ലെന്ന് വേണുഗോപാൽ Xൽ കുറിച്ചു. ബജറ്റ് അവഗണനയിൽ പ്രതിഷേധിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കും. 3ാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കസേര സംരക്ഷണ ബജറ്റാണിതെന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രിക കോപ്പിയടിച്ചതാണെന്നും സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു. സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കുകയും മറ്റ് സംസ്ഥാനങ്ങളുടെ ചെലവിൽ അവർക്ക് പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുകയാണെന്നും സാധാരണ ഇന്ത്യക്കാർക്ക് ആശ്വാസമില്ലാത്ത ബജറ്റാണിതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് അനിവാര്യമായ പ്രഖ്യാപനങ്ങളാണ് ബജറ്റിലുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളം ഉൾപ്പെടെയുള്ള ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളെയും അവഗണിക്കുകയാണെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ ആരോപിച്ചു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണം തടയുന്ന സമീപനമാണിത്. കേരളം നിരന്തരം ഉയർത്തിയ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാകാത്ത ഇന്നാട്ടിലെ ജനങ്ങളോടുള്ള ആകെയുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം ആരോപിച്ചു.
ബജറ്റിൽ കേരളത്തോട് അവഗണനയില്ലെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. കേരളത്തിലെ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ എന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല. കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ 150 ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കേരളത്തെ അവഗണിച്ചതിനെതിരെ കേരളത്തിൽ നിന്നുള്ള MP മാർ പാർലമെന്റിന് പുറത്ത് പ്രത്യേകം പ്രതിഷേധിച്ചു. പിന്നീട് ലോക്സഭയിലെ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ബഹളം വെച്ചു. എന്നാൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്താനാകില്ലെന്ന് സ്പീക്കർ ഓം ബിർളയും കേന്ദ്ര പാർലമെന്ററി മന്ത്രി കിരൺ റിജിജുവും നിലപാടെടുത്തതോടെ പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പ്രതിഷേധത്തോടെയാണ് പാർലമെന്റ് നടപടികൾക്ക് തുടക്കമായത്. കേന്ദ്ര ബീഹാർ ബജറ്റ് ഇന്നലെ അവതരിപ്പിച്ചതെന്ന് മല്ലികാർജ്ജുന ഖാർഗെ പരിഹസിച്ചു. എന്നാൽ ഖാർഗെയെ രാജ്യസഭാ ചെയർമാൻ വിമർശിച്ചു. അനുഭവ സമ്പത്തുള്ള നേതാവ് തന്നെ നടപടികൾ തടസ്സപ്പെടുത്തുന്നത് നിർഭാഗ്യകരമെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം താങ്ങുവില കിട്ടിയത് ഘടകകക്ഷി നേതാക്കൾക്കെന്ന് അഖിലേഷ് യാദവ് കുറ്റപ്പെടുത്തി. ഉത്തർപ്രദേശിന് പ്രഖ്യാപനങ്ങളില്ലാത്തത് മോദിക്ക് യോഗിയോടുള്ള കലിപ്പ് മൂലമാണെന്നും അഖിലേഷ് പരിഹസിച്ചു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് എല്ലാ ബജറ്റിലും പറയാൻ സാധിക്കില്ലെന്നത് വളരെ കാലം രാജ്യം ഭരിച്ച കോൺഗ്രസിന് വ്യക്തമായി അറിയാമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. കോൺഗ്രസിൻ്റെ ബജറ്റ് പ്രസംഗങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും പേര് പറഞ്ഞിട്ടുണ്ടോ എന്നും ആരോപണം അപലപനീയമാണെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ബജറ്റിൽ 2 സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ലഭിച്ചിട്ടുള്ളൂവെന്നും മറ്റ് സംസ്ഥാനങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷത്തിൻ്റെ ബോധപൂർവമായ ശ്രമമാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു. നേപ്പാളിലുണ്ടായ വിമാനാപകടത്തിൽ 18 പേർ മരണപ്പെട്ടു. കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുകയറുന്നതിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം താഴ്ചയിലേക്ക് പതിച്ചു കത്തുകയായിരുന്നു. 18 പേരുടെ മൃതദേഹം കണ്ടെത്തിയതായും പൈലറ്റ് ഗുരുതരാവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ. സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു. ഒരാഴ്ചത്തേക്കാണ് സ്റ്റേ. റിപ്പോർട്ട് പുറത്തുവിടാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെയാണ് കോടതിയുടെ നടപടി. സിനിമാ നിർമ്മാതായ സജിമോൻ പാറയിൽ നൽകിയ ഹർജിയിലാണ് ഇടക്കാല ഉത്തരവ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.